ആലഫ് സബ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് നെല്ലിക്ക അഥവാ അമ്ലയാണ് ഈ യൂണിവേഴ്സിൽ ആദ്യമായിട്ടുണ്ടായ മരമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിവിധ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഈ അമല ഉപയോഗിച്ച് വരുന്നുണ്ട്. ആയുർവേദത്തിൽ പലതരത്തിലുള്ള കൂട്ടുകൾ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്. ക്യാൻസർ, ഡയബറ്റീസ്, കരൾ സംബന്ധമായ അസുഖങ്ങൾ, അൾസർ, അനീമിയ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ചികിത്സയ്ക്കെല്ലാം തന്നെ ഈ നെല്ലിക്ക ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഔഷധ ഗുണമുണ്ട്. എന്നാലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പഴം തന്നെയാണ്, നെല്ലിക്ക തന്നെയാണ്. ഇത് ആയുർവേദത്തിൽ പലതരത്തിലുള്ള രസായനാസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഡയറിയയ്ക്കും ജോണ്ടിസിനും ഇൻഫ്ലമേഷനും മറ്റ് പല അസുഖങ്ങൾക്കും നല്ലതാണ്. നെല്ലിക്കയിലാണ് ഓറഞ്ചസിനേക്കാളും ടാഞ്ചറിനേക്കാളും ലെമണിനേക്കാളും വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളത്. ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നെല്ലിക്ക ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ നെല്ലിക്കയെക്കുറിച്ചുള്ള എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക.